മജ്ജ്ഹിമനികായ 8 സല്ലേഖസൂത്ത്. സല്ലേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മപരിത്യാഗം, അഹങ്കാരപരിത്യാഗം. അതേപോലെ തന്നെ മറ്റൊരർത്ഥം എന്ന് പറയുന്നത് കഠിനമായിട്ടുള്ള തപശ്ചര്യ എന്നുള്ളതാണ്. മനസ്സിലെ അകുശല ധർമ്മങ്ങളെ മാറ്റി കുശലധർമ്മങ്ങളെ പ്രതിഷ്ഠിക്കാൻ ഭഗവാൻ ഈ സൂത്രത്തിൽ ഉപദേശിക്കുന്നു. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് സായാഹ്ന സമയത്ത് ആരാധ്യനായിട്ടുള്ള മഹാചുണ്ടൻ ധ്യാനത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ബുദ്ധൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം ബുദ്ധനെ വണങ്ങിക്കൊണ്ട് ഒരു ഭാഗത്ത് ഇരുന്നതിന് ശേഷം അദ്ദേഹം ബുദ്ധനോട് ഇങ്ങനെ പറഞ്ഞു: ബന്ദേ, ഈ ലോകത്തിൽ അനേകവിധ ദർശനങ്ങൾ ഉൽപ്പന്നമായിട്ടുണ്ട്. ഇവിടെ ദർശനങ്ങളെ ദിട്ടി എന്നാണ് പറയുന്നത്. ദിട്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും മിഥ്യാദിട്ടിയാണ്, അല്ലെങ്കിൽ മിഥ്യാദർശനമാണ്. ശരിയായിട്ടുള്ള ദിട്ടി അല്ലെങ്കിൽ സമ്മാദിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം ഉണ്ട്, ദുഃഖത്തിന് കാരണമുണ്ട്, അതിൻ്റെ നിവാരണമുണ്ട്, നിവാരണത്തിലുള്ള വഴിയുണ്ട്. ഇതാണ് ശരിയായിട്ടുള്ള ദിട്ടി. ഇതിനെയാണ് സമ്മാദിട്ടി എന്ന് പറയുന്നത്. മിഥ്യാദിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവുണ്ട്, ഈശ്വരനുണ്ട്, ഞാനുണ്ട്, ഇങ്ങനെയുള്ള തോന്നലുകളെല്ലാം മിഥ്യാദിട്ടി എന്ന് പറയാം. ഇവിടെ ആത്മവാദ ദർശനങ്ങളും അതേപോലെ തന്നെ ലോകവാദ ദർശനങ്ങളും ഉണ്ട്. ആത്മവാദം എന്ന് പറയുന്ന സമയത്ത് ആത്മാവുണ്ട്, ആത്മാവില്ല, ആത്മാവും പരമാത്മാവും ഒന്ന് ഇല്ല, അങ്ങനെയുള്ള ദർശനങ്ങളെ ആത്മവാദ ദർശനങ്ങൾ എന്ന് പറയും. ലോകവാദ ദർശനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ലോകം ശാശ്വതമാണ്, അല്ല അശാശ്വതമാണ്, അങ്ങനെയുള്ള ദർശനങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് സാധന തുടങ്ങുന്ന ഒരു ഭിക്ഷു ഈ ദർശനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് സാധന ചെയ്യാൻ സാധിക്കുന്നത്? ചുണ്ട, ഈ ലോകത്തിൽ അനേകം ദർശനങ്ങൾ ഉണ്ടാകുന്നതാണ്. അത് ചിലപ്പോൾ ആത്മാവിനെ സംബന്ധിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ചിട്ടായിരിക്കാം. ഒരു ഭിക്ഷു ഈ ദർശനങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കണം. നമ്മുടെ ഉള്ളിൽ ഉണരുന്ന ധർമ്മത്തെ പ്രജ്ഞയാൽ വീക്ഷിക്കണം. അതായത് ഉള്ളിലുണ്ടാകുന്ന ധർമ്മത്തെ, ഇത് എൻ്റെ അല്ല, ഞാൻ ഇതല്ല, ഇത് എൻ്റെ ആത്മാവല്ല, നേതം മമ നേസോഹമസ്മി നമേ സോ അത്താദി, ഇങ്ങനെ പ്രജ്ഞയാൽ ചിന്തിച്ച് അവൻ ആ ദർശനങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കണം. അതായത് ഉള്ളിൽ പ്രജ്ഞയോടെ ധ്യാനം ചെയ്യണം എന്ന് ആണ് പറയുന്നത്. എന്തെല്ലാം ഉള്ളിൽ ഉണരുന്നോ അത് ഞാനല്ല, എൻ്റെ അല്ല, എൻ്റെ ആത്മാവല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു സാധകൻ മുന്നേറണം. ഇനി 8 തരത്തിലുള്ള ധ്യാനങ്ങളെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ധ്യാനങ്ങൾ എന്ന് പറയുന്നത് ധ്യാനം, അതിൻ്റെ പാലി ഭാഷയാണ് ധ്യാനം എന്ന് പറയുന്നത്. ഈ 8 തരത്തിലുള്ള ധ്യാനങ്ങൾ പണ്ട് അഭ്യസിപ്പിച്ചിരുന്നു. ഇന്ന് വളരെ കുറച്ച് പേർ മാത്രമേ ഇത് അഭ്യസിക്കുന്നുള്ളൂ. ഭാരതത്തിൽ ബന്ദേ വിമലാരംസി ഇത് പഠിപ്പിക്കുന്നുണ്ട്. ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിക്കും. ഒരു പക്ഷേ ഒരു ഭിക്ഷു വിവിച്ചേവ കാമേഹി വിവിച്ച അകുസലേഹി ധമ്മേഹി, അതായത് ഇന്ദ്രിയ സുഖങ്ങൾ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ആ കാമത്തിന് ആഗ്രഹമില്ലാതെ, അകുശല ധർമ്മങ്ങൾ ഇല്ലാതെ, അകുശല ധർമ്മം എന്ന് പറയുന്ന സമയത്ത് രാഗദ്വേഷ മോഹത്തിൽ ആശ്രിതമായിട്ടുള്ള ധർമ്മങ്ങൾ, ഇത് രണ്ടും ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ധ്യാനത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. സവിതക്കം സവിചാരം വിവേകജം പീതിസുഖം പദമം ധ്യാനം ഉപസമ്പജ്ജ വിഹരയ്യ. ആ ഭിക്ഷു ഒന്നാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേർന്നു. ആ ധ്യാനത്തിന് 5 ധ്യാനാംഗങ്ങൾ ഉണ്ടായിരിക്കും. അതായത് 5 അംഗങ്ങൾ നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഒന്ന് വിതർക്കം, വിചാരം, പീതി, സുഖം, ഏകാഗ്രത. ധ്യാനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണുക. അപ്പോൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു വിചാരമുണ്ടാകും: ഈ ഭിക്ഷു ആത്മപരിത്യാഗം ചെയ്യുകയാണ്, അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള തപശ്ചര്യ ചെയ്യുകയാണ് എന്ന് ബാക്കിയുള്ളവർ വിചാരിക്കും. എന്നാൽ ആര്യന്മാരുടെ പ്രശിക്ഷണത്തിൽ ഇതിനെ ആത്മപരിത്യാഗം എന്നല്ല പറയുന്നത്.
അതിനെ പറയുന്നത് ദിഠധമ്മ സുഖവിഹാര, അതായത് വർത്തമാനകാലത്തിൽ സുഖകരമായിട്ടുള്ള ധ്യാനത്തിൽ ഏർപ്പെടുന്നു എന്നാണ് പറയുന്നത്. ധ്യാനങ്ങൾ വളരെ സുഖകരമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ബുദ്ധൻ ഇതിനെ സുഖകരമായിട്ടുള്ള ധ്യാനം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ഭിക്ഷു ഒന്നാമത്തെ ധ്യാനത്തെ അതിക്രമിച്ച് വിതർക്ക വിചാരങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാതായതിനു ശേഷം രണ്ടാമത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിച്ച് അവിടെ വിഹരിക്കും. അവിടെ പീതി, സുഖം, ചിത്തത്തിൻ്റെ ഏകാഗ്രത ഇവ മൂന്നും ഉണ്ടായിരിക്കും. മറ്റുള്ളവർ വിചാരിക്കും ഈ വ്യക്തി ആത്മപരിത്യാഗം പരിശീലിക്കുകയാണെന്ന്. എന്നാൽ ബുദ്ധൻ്റെ പ്രശിക്ഷണത്തിൽ ഇതിനെ ആത്മപരിത്യാഗം എന്നല്ല പറയുന്നത്, വർത്തമാനകാലത്തെ സുഖകരമായിട്ടുള്ള ധ്യാനം എന്നാണ് പറയുന്നത്. ബ്ലിസ്ഫുൾ മെഡിറ്റേഷൻസ് ഇൻ ദ പ്രസൻറ്റ് ലൈഫ്. ചിലപ്പോൾ ഒരു ഭിക്ഷു പീതിയെ മറികടന്നുകൊണ്ട് മൂന്നാമത്തെ ധ്യാനത്തിൽ പ്രവേശിച്ച് അവിടെ വിഹരിക്കുന്നു. അവിടെ സുഖം, ചിത്തത്തിൻ്റെ ഏകാഗ്രത മാത്രമേ ഉള്ളൂ. അതുകൂടാതെ സതി, സമ്പജന്യം അവിടെ ഉണ്ട്. അവിടെ സ്വയം സുഖകരമായിട്ടുള്ള ആ ധ്യാനത്തെ അനുഭവിച്ച് വിഹരിക്കുന്നു. ഈ മൂന്നാമത്തെ ധ്യാനത്തിന് ഒരു പ്രത്യേക പേര് കൊടുത്തിട്ടുണ്ട് ഭഗവാൻ ബുദ്ധ. ഉപേഖകോ സതീമ സുഖവിഹാരി, അതായത് യഹാപ്പേ ഉപേക്ഷയുണ്ട്, ശരീരത്തിൽ സുഖമുണ്ട്, ഈ സമയത്ത് സതി അല്ലെങ്കിൽ ജാഗ്രതയുണ്ട്. അങ്ങനെ സതിയും ഉപേക്ഷയും കൊണ്ട് ഈ സമയത്ത് സുഖകരമായിട്ട് ധ്യാനിക്കുന്നു. മറ്റുള്ളവർ ഇങ്ങനെ വിചാരിക്കും ഈ വ്യക്തി ആത്മപരിത്യാഗം അഭ്യസിക്കുകയാണ് എന്ന്. എന്നാൽ ആര്യന്മാരുടെ പ്രശിക്ഷണത്തിൽ ഇതിനെ ആത്മപരിത്യാഗം എന്നല്ല പറയുന്നത്. ഇവിടെ ആര്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി ലഭിച്ച വ്യക്തികൾ എന്നാണ് അർത്ഥം. ദിഠധമ്മ സുഖവിഹാര, അതായത് ഈ വർത്തമാനകാലത്ത് സുഖകരമായിട്ടുള്ള ധ്യാനത്തിൽ ഏർപ്പെടുന്നു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു ഭിക്ഷു സുഖത്തെയും ദുഃഖത്തെയും അതിക്രമിച്ചുകൊണ്ട്, സോമനസ്യത്തെയും ദൗർമനസ്യത്തെയും അതിക്രമിച്ചുകൊണ്ട് അദുഃഖം, അസുഖം, ഉപേക്ഷ, സതി, പരിശുദ്ധം, ചതുർത്ഥം ധ്യാനം ഉപസമ്പജ്ജ വിഹരതി. നാലാമത്തെ ധ്യാനത്തിൽ സുഖവും സമാപ്തമായതുകൊണ്ട് അവിടെ സുഖമോ ദുഃഖമോ അല്ലാത്ത ന്യൂട്രലായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. അതുകൂടാതെ മനസ്സിൽ സോമനസ്യവും ദൗർമനസ്യവും രണ്ടും ഉണ്ടാകില്ല. അപ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഈ വ്യക്തി ആത്മപരിത്യാഗം അഭ്യസിക്കുകയാണ് എന്ന്. എന്നാൽ ആര്യന്മാരുടെ പ്രശിക്ഷണത്തിൽ ഇതിനെ ആത്മപരിത്യാഗം എന്നല്ല പറയുന്നത്, ഈ വർത്തമാനകാലത്തെ സുഖകരമായിട്ടുള്ള ധ്യാനം എന്നാണ് പറയുന്നത്. ഹോ സക്താ ഹൈ കുച്ച് ഭിക്ഷു രൂപസഞ്ജാക്കോ അതിക്രമൺ കർക്കെ, വിവിധ സംഖ്യകളെ ഉപേക്ഷിച്ചുകൊണ്ട് അതിനെ ശ്രദ്ധിക്കാതെ അനന്ത ആകാശം എന്ന് പറയുന്ന ആകാശഞ്ചായതന ധ്യാനത്തിൽ ചേർന്ന് വിഹരിക്കുന്നു. അതായത് അഞ്ചാമത്തെ ധ്യാനം. 1 മുതൽ 4 ധ്യാനങ്ങളെ രൂപധ്യാനം എന്ന് പറയാം. അതായത് നമ്മുടെ ശരീരവുമായി അത് കണക്റ്റഡ് ആണ്. 5 മുതൽ 8 വരെ ഉള്ള ധ്യാനം എന്ന് പറയുന്നത് അരൂപധ്യാനം, അതായത് മനസ്സുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആണ്. അപ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഈ വ്യക്തി ആത്മപരിത്യാഗം അഭ്യസിക്കുകയാണ്. എന്നാൽ ആര്യന്മാരുടെ പ്രശിക്ഷണത്തിൽ ഇതിനെ ആത്മപരിത്യാഗം എന്നല്ല, ശാന്ത ധ്യാനം എന്നാണ് വിളിക്കുന്നത്. പീസ്ഫുൾ മെഡിറ്റേഷൻ, ശാന്ത ഏതേ വിഹാര. 1 തൊട്ട് 4 വരെ സുഖകരമായിട്ടുള്ള ധ്യാനങ്ങളായിരുന്നു. കാരണം ശരീരത്തിൽ അവിടെ സുഖം അനുഭവിക്കുന്നുണ്ട്, അതുകൂടാതെ മനസ്സിൽ പ്രീതിയുണ്ട്. 4ാമത്തെ ധ്യാനത്തിൽ ന്യൂട്രലായിരുന്നു. 5 മുതൽ 8 വരെയുള്ള ധ്യാനങ്ങൾ ശാന്ത ധ്യാനങ്ങളാണ്. അതായത് മനസ്സിൽ ശാന്തി കൂടിക്കൂടി വരുന്ന ധ്യാനങ്ങളാണ്. ഒരു പക്ഷേ ഒരു ഭിക്ഷു ആകാശം അനന്തമാണ് എന്ന ആ ആകാശഞ്ചായതന ധ്യാനത്തെ മറികടന്നുകൊണ്ട് വിജ്ഞാനം അനന്തമാണ് എന്ന വിജ്ഞാനഞ്ചായതന ധ്യാനം നേടി അവിടെ വിഹരിക്കും. ഇത് 6ാമത്തെ ധ്യാനമാണ്. അപ്പോൾ മറ്റുള്ളവർ ഇങ്ങനെ വിചാരിക്കും ഇവർ ആത്മപരിത്യാഗം അഭ്യസിക്കുകയാണ്. എന്നാൽ ആര്യന്മാരുടെ പ്രശിക്ഷണത്തിൽ ഇതിനെ ശാന്ത ധ്യാനം എന്നാണ് വിളിക്കുന്നത്.
ഒരുപക്ഷെ ചില ഭിക്ഷു ഈ ധ്യാനത്തെയും അതിക്രമിച്ചുകൊണ്ട് നത്തികിഞ്ചി ഒന്നുമില്ല എന്ന അകിഞ്ചനായതന ധ്യാനത്തിൽ എത്തിച്ചേർന്ന് അവിടെ വിഹരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഈ ഭിക്ഷു ആത്മപരിത്യാഗം അഭ്യസിക്കുകയാണെന്ന്. എന്നാൽ ആര്യന്മാരുടെ പ്രശിക്ഷണത്തിൽ ഇതിനെ ആത്മപരിത്യാഗം എന്നല്ല പറയുന്നത്, ശാന്തധ്യാനം എന്നാണ് പറയുന്നത്. അപ്പോൾ ചില ഭിക്ഷു ഈ അകിഞ്ചനായതനം എന്ന ആ ധ്യാനത്തെ മറികടന്ന് നാസന്യായതന ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അതായത് സംഖ്യ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. മനസ്സിന് 4 തലങ്ങളുണ്ട്. 1 വിജ്ഞാനം, 2 സംഖ്യ, 3 വേദന, 4 സംസ്കാരം. വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൽ കാണുന്ന ആ അറിവ് ചക്ഷുവിജ്ഞാനം എന്ന് പറയും. അതേപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളുടെ വിജ്ഞാനം, അതിനെയാണ് വിജ്ഞാനം എന്ന് പറയുക. സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ അതിനെ വേർതിരിച്ചറിയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനാണ് സംഖ്യ എന്ന് പറയുക. വേദന എന്ന് പറയുമ്പോൾ സുഖവും ദുഃഖവുമായിട്ടുള്ള വേദന. സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഹാബിച്വലായിട്ടുള്ള നമ്മളുടെ ആ സ്വഭാവ രൂപീകരണത്തെയാണ് ഇവിടെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഈ വ്യക്തി ആത്മപരിത്യാഗം അഭ്യസിക്കുകയാണ് എന്ന്. എന്നാൽ ആര്യന്മാരുടെ പ്രശിക്ഷണത്തിൽ ഇതിനെ ആത്മപരിത്യാഗം എന്നല്ല പറയുന്നത്, ശാന്തധ്യാനങ്ങൾ എന്നാണ് പറയുന്നത്. 1-ാമത്തെ ഭാഗം സല്ലേഖ പര്യായ, ആത്മപരിത്യാഗത്തിൻ്റെ വിശദീകരണങ്ങൾ. ഇനി എങ്ങനെയാണ് ആത്മപരിത്യാഗം പരിശീലിക്കേണ്ടത് എന്ന് ബുദ്ധൻ മഹാചുണ്ടനോട് പറയുകയാണ്. ചുണ്ട, നിങ്ങൾ ഈ രീതിയിലാണ് ആത്മപരിത്യാഗം അഭ്യസിക്കേണ്ടത്. മറ്റുള്ളവരുടെ മനസ്സിൽ വിഹിംസാപരമായിട്ടുള്ള ചിന്ത ഉണ്ടായിരിക്കും, പക്ഷേ എൻ്റെ ഉള്ളിൽ വിഹിംസാപരമായിട്ടുള്ള ചിന്ത ഉണ്ടാകില്ല. മറ്റുള്ളവർ പ്രാണികളെ കൊല്ലുന്നവരായിരിക്കും, പക്ഷേ ഞാൻ ഒരിക്കലും പ്രാണികളെ കൊല്ലില്ല. മറ്റുള്ളവർ മോഷ്ടിക്കും, പക്ഷേ ഞാൻ ഒരിക്കലും മോഷ്ടിക്കില്ല. മറ്റുള്ളവർ വ്യഭിചാരം ചെയ്യുമായിരിക്കും, പക്ഷേ ഞാൻ ബ്രഹ്മചാരി ആയിരിക്കും. മറ്റുള്ളവർ നുണ പറയും, പക്ഷേ ഞാൻ ഒരിക്കലും നുണ പറയില്ല. മറ്റുള്ളവർ ഏഷണി പറയും, പക്ഷേ ഞാൻ ഒരിക്കലും ഏഷണി പറയില്ല. മറ്റുള്ളവർ പരുഷവചനം പറയും, പക്ഷേ ഞാൻ ഒരിക്കലും പരുഷവചനം പറയില്ല. മറ്റുള്ളവർ അനാവശ്യമായിട്ട് സംസാരിക്കും, പക്ഷേ ഞാൻ ഒരിക്കലും അനാവശ്യമായിട്ട് സംസാരിക്കില്ല. മറ്റുള്ളവർ അവിദ്യ കൊണ്ട് നടക്കുന്നവരായിരിക്കും, പക്ഷേ ഞാൻ ഒരിക്കലും അവിദ്യ കൊണ്ട് നടക്കില്ല. മറ്റുള്ളവർ മനസ്സിൽ ദ്വേഷം കൊണ്ട് നടക്കുന്നവരായിരിക്കും, പക്ഷേ ഞാൻ ഒരിക്കലും ദ്വേഷം കൊണ്ട് നടക്കില്ല. മറ്റുള്ളവർ മനസ്സിൽ മിഥ്യാദൃഷ്ടി കൊണ്ട് നടക്കുകയായിരിക്കും, ഞാൻ ഒരിക്കലും മിഥ്യാദൃഷ്ടി കൊണ്ട് നടക്കില്ല. മറ്റുള്ളവർ മനസ്സിൽ മിഥ്യാസങ്കല്പം കൊണ്ട് നടക്കുന്നവരായിരിക്കും, പക്ഷേ ഞാൻ ഒരിക്കലും മനസ്സിൽ മിഥ്യാസങ്കല്പം കൊണ്ട് നടക്കില്ല. മറ്റുള്ളവർ തെറ്റായിട്ട് സംസാരിക്കും, പക്ഷേ ഞാൻ ഒരിക്കലും തെറ്റായിട്ട് സംസാരിക്കില്ല. മറ്റുള്ളവർ തെറ്റായിട്ടുള്ള കർമ്മങ്ങളായിരിക്കും ചെയ്യുക, പക്ഷേ ഞാൻ ഒരിക്കലും തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യില്ല. മറ്റുള്ളവർ തെറ്റായിട്ടുള്ള ജീവിത രീതി ആയിരിക്കും സ്വീകരിക്കുക, പക്ഷേ ഞാൻ ഒരിക്കലും തെറ്റായിട്ടുള്ള ജീവിത രീതി സ്വീകരിക്കില്ല. ഇവിടെ ജീവിത രീതി എന്ന് പറയുന്നത് ആജീവ എന്ന് പറയും. അതായത് നമ്മളെല്ലാവരും ധനം സമ്പാദിക്കാൻ ഒരു ജോലി ആവശ്യമാണ്, അതിനെ ആജീവിക എന്ന് പറയും. ചിലർ തെറ്റായ രീതിയിലായിരിക്കും പണം സമ്പാദിക്കുക. അതായത് ജീവികളെ കൊന്ന് അതിൻ്റെ മാംസം വിറ്റ്, അല്ലെങ്കിൽ ആയുധം വിറ്റ്, അല്ലെങ്കിൽ വിഷം വിറ്റ്, ഈ രീതിയിൽ ബാക്കിയുള്ള ജീവികൾക്ക് ഹാനി ഉണ്ടാക്കുന്ന ഒരു ജീവിത രീതി അല്ലെങ്കിൽ ധനസമ്പാദന മാർഗമായിരിക്കും അത് തെറ്റായിട്ടുള്ള ധനസമ്പാദന മാർഗമാണ്. മറ്റുള്ളവർ തെറ്റായിട്ടുള്ള വ്യായാമമായിരിക്കും ചെയ്യുക, പക്ഷേ ഞാൻ ഒരിക്കലും തെറ്റായിട്ടുള്ള വ്യായാമം ചെയ്യില്ല. ഇവിടെ വ്യായാമം എന്ന് പറയുന്നത് മനസ്സിൻ്റെ വ്യായാമമാണ്. അതായത് അശുഭചിന്തകൾ ഉണ്ടെങ്കിൽ അതിനെ ഉടൻ തന്നെ നീക്കുക, ഇല്ലാത്ത ശുഭചിന്തകളെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക. അങ്ങനെ 4 തരത്തിലുള്ള വ്യായാമങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് മിഥ്യാസതി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ മിഥ്യാസതി ഉപേക്ഷിച്ച് സമ്മാസതി കൊണ്ടുവരാനായിരിക്കും പ്രയത്നിക്കുക. മറ്റുള്ളവർ മിഥ്യാസമാധിയായിരിക്കും അഭ്യസിക്കുക, പക്ഷേ ഞാൻ സമ്മാസമാധിയായിരിക്കും അഭ്യസിക്കുക. മറ്റുള്ളവർക്ക് മിഥ്യാജ്ഞാനമായിരിക്കും ഉണ്ടായിരിക്കുക, പക്ഷേ ഞാൻ എപ്പോഴും ശരിയായിട്ടുള്ള ജ്ഞാനമായിരിക്കും കൊണ്ട് നടക്കുക.
മറ്റുള്ളവർക്ക് മിഥ്യയായിട്ടുള്ള വിമുക്തിയായിരിക്കും ഉണ്ടായിരിക്കുക, പക്ഷേ ഞാൻ ശരിയായിട്ടുള്ള വിമുക്തിയായിരിക്കും അഭ്യസിക്കുക. മറ്റുള്ളവർ ശരീരത്തിലും മനസ്സിലും ആലസ്യത്തോടുകൂടി ആയിരിക്കും ജോലി ചെയ്യുക. ധീനമിത്ത്. ഞാൻ ശരീരത്തിൽ ആലസ്യം ഇല്ലാതെ ഞാൻ ജോലി ചെയ്യും. മറ്റുള്ളവർ എപ്പോഴും ഇരിക്കപ്പുറതി ഇല്ലായ്മ ഉള്ളവരായിരിക്കും, പക്ഷേ ഞാൻ ശാന്തമായിട്ട് ഇരിക്കുന്ന വ്യക്തിയായിരിക്കും. മറ്റുള്ളവരുടെ മനസ്സിൽ വിച്ചികിച്ച അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാകും, എൻ്റെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാകില്ല. മറ്റുള്ളവർ എപ്പോഴും ക്രോധമുള്ളവരായിരിക്കും, ഞാൻ ക്രോധത്തെ മറികടന്നവനായിരിക്കും. മറ്റുള്ളവർ എല്ലാ സമയത്തും ദുഷ്ടലാക്കോടുകൂടിയായിരിക്കും പ്രവർത്തിക്കുക, പക്ഷേ ഞാൻ ഒരിക്കലും ദുഷ്ടലാക്കിയതില്ലാതെയായിരിക്കും പ്രവർത്തിക്കുക. മറ്റുള്ളവർ എപ്പോഴും കലഹത്തിന് വരുന്നവരായിരിക്കും, പക്ഷേ ഞാൻ ഒരിക്കലും കലഹത്തിന് പോകില്ല. മറ്റുള്ളവർ നിന്ദിക്കുന്നവനായിരിക്കും, ഞാൻ ഒരിക്കലും നിന്ദിക്കില്ല. മറ്റുള്ളവർ അസൂയുള്ളവരായിരിക്കും, ഞാൻ അസൂയ ഇല്ലാത്തവനായിരിക്കും. മറ്റുള്ളവർ ദാനശീലർ ആയിരിക്കില്ല, പക്ഷേ ഞാൻ ദാനശീലൻ ആയിരിക്കും. മറ്റുള്ളവർ വഞ്ചന ചെയ്യുന്നവരായിരിക്കും, പക്ഷേ ഞാൻ ഒരിക്കലും വഞ്ചന ചെയ്യില്ല. മറ്റുള്ളവർ മായാവികളായിരിക്കും, പക്ഷേ ഞാൻ ഒരിക്കലും മായാവി ആയിരിക്കില്ല. മറ്റുള്ളവർ സ്വയം വലിയവരായിട്ട് ചിത്രീകരിക്കുന്നവരായിരിക്കും, പക്ഷേ ഞാൻ ഒരിക്കലും വലിയവനായിട്ട് ചിത്രീകരിക്കില്ല. ചിലർ അതിയായിട്ടുള്ള അഭിമാനം കൊണ്ട് നടക്കുന്നവരായിരിക്കും, പക്ഷേ ഞാൻ ഒരിക്കലും അഭിമാനം കൊണ്ട് നടക്കില്ല. മറ്റുള്ളവരെ ഉപദേശിക്കാൻ വിഷമമാണ്, പക്ഷേ എന്നെ ഉപദേശിക്കാൻ വിഷം ഉണ്ടാകില്ല. മറ്റുള്ളവർക്ക് പാപമിത്രങ്ങൾ ഉണ്ടാകും, എനിക്കൊരിക്കലും പാപം ഉത്രം ഉണ്ടാകില്ല. മറ്റ് വ്യക്തികൾ പ്രമാദത്തോടുകൂടി അല്ലെങ്കിൽ ആലസ്യത്തോടു കൂടിയവരായിരിക്കും, പക്ഷേ ഞാൻ ഒരിക്കലും പ്രമാദം അല്ലെങ്കിൽ ആലസ്യം ഇല്ലാത്തവനായിരിക്കും. മറ്റുള്ളവർക്ക് ശ്രദ്ധ ഉണ്ടാവില്ല, പക്ഷേ എനിക്ക് ശ്രദ്ധ ഉണ്ടാകും. മറ്റുള്ളവർക്ക് ലജ്ജ ഉണ്ടാകില്ല, പക്ഷേ എനിക്ക് ലജ്ജ ഉണ്ടാകും. മറ്റുള്ളവർക്ക് ഭയം ഉണ്ടാകില്ല, പക്ഷേ എനിക്ക് ഭയം ഉണ്ടാകും. ഇവിടെ ഭയത്തിനെ പറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് വാക്കുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ലജ്ജ, അഹിരിക, ലജ്ജയില്ലാത്തവൻ. ഇവിടെ ലജ്ജയില്ലാത്തവൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ലജ്ജ തീർച്ചയായിട്ടും വേണം, അതാണ് പറയുന്നത്. അതേപോലെ തന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾക്ക് ഭയം വേണം, ഒത്തപ്പോ. ഭയം ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ചിലർ ഭയം ഇല്ലാത്തവരായിരിക്കും, അനത്തപ്പോ. എന്നാൽ നമ്മൾ ഭയമുള്ളവരായിരിക്കണം. മറ്റുള്ളവർ അല്പം മാത്രം പഠിച്ചിട്ടുള്ളവരായിരിക്കും, പക്ഷേ നമ്മൾ നല്ല പോലെ പഠിച്ചിട്ടുള്ളവരായിരിക്കും. മറ്റുള്ളവർ ആലസ്യമുള്ളവരായിരിക്കും, പക്ഷേ നമ്മൾ ഒരിക്കലും ആലസ്യം ഉള്ളവരാകരുത്. മറ്റുള്ളവർക്ക് സതി അല്ലെങ്കിൽ ഈ സമയത്ത് ജാഗ്രത ഉണ്ടാകില്ല, മുട്ടസതി. പക്ഷേ നമ്മൾക്ക് ഈ സമയത്ത് നല്ല സതി അല്ലെങ്കിൽ ജാഗ്രത ഉണ്ടാകും. മറ്റുള്ളവർ ദുഷ്പ്രജ്ഞൻ ആയിരിക്കും, അതായത് പ്രജ്ഞയില്ലാത്തവരായിരിക്കും, പക്ഷേ നമ്മൾ പ്രജ്ഞയുള്ളവരായിരിക്കണം. മറ്റുള്ളവർ അവരുടെ ദർശനങ്ങളോട് ആസക്തരായിരിക്കും, അതിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കും, അതിനെ വിടാൻ ആഗ്രഹിക്കാത്തവർ ആയിരിക്കും. എന്നാൽ നമ്മൾ നമ്മുടെ ദർശനങ്ങളിൽ ഒരിക്കലും ആസക്തരാകില്ല, അതിനെ മുറുകെ പിടിക്കില്ല, അതിനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കുന്ന വ്യക്തിയായിരിക്കും. രണ്ടാം ഭാഗം ചിത്തുപപാത പര്യായ, അതായത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചിന്തകൾ ഏതൊക്കെയായിരിക്കണം. ചുണ്ട, മനസ്സിൽ കുശലധർമ്മങ്ങളുടെ ഉൽപ്പന്നമാക്കുന്നത് വളരെ നല്ലതാണ്. അതിനെ ശരീരത്തിലും വാണിയിലും ഇറക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും വളരെ നല്ല കാര്യമാണ്. അതായത് ചിത്തത്തിൽ കുശലകരമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാക്കുന്നത് തന്നെ വളരെ ഗുണകരമാണ് എന്നാണ് ഭഗവാൻ ബുദ്ധൻ പറയുന്നത്. കാരണം ചിത്തത്തിൽ കുശലകരമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വയമേവ തന്നെ നമ്മുടെ വാണിയിലും അതേപോലെ തന്നെ ശരീരത്തിലും വരും. കുശല ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യകരമായിട്ടുള്ള ചിന്ത എന്നാണ് അർത്ഥം. അതായത് രാഗ, ദ്വേഷ, മോഹങ്ങൾ ഇല്ലാത്ത ചിന്ത. അതുകൊണ്ട് ചുണ്ട, നമ്മൾ താഴെ പറയുന്ന ചിന്തകൾ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കണം. മറ്റുള്ളവർ വിഹിംസാപരമായിട്ടുള്ള ചിന്ത ഉള്ളവരായിരിക്കും, പക്ഷേ നമ്മുടെ മനസ്സിൽ ആ വിഹിംസാപരമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകാൻ നമ്മൾ സമ്മതിക്കില്ല. മറ്റുള്ളവർ പ്രാണികളെ കൊല്ലുന്നവരായിരിക്കും, പക്ഷേ നമ്മൾ പ്രാണികളെ കൊല്ലില്ല. അതേപോലെ തന്നെ മേൽപ്പറഞ്ഞ ബാക്കിയുള്ള എല്ലാ ചിന്തകളും ഇങ്ങനെയും നമ്മൾ വിചാരിക്കണം. അതായത് മേലെ പറഞ്ഞിട്ടുള്ള 44 ചിന്തകൾ.
മറ്റുള്ളവർ അവരുടെ ദൃഷ്ടിയോട് ആസക്തരായിരിക്കും, അതിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കും, അതിനെ വിടാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കും. പക്ഷേ നമ്മൾ നമ്മുടെ ദൃഷ്ടികളോട് ഒരിക്കലും ആസക്തരായിരിക്കില്ല, അതിനെ മുറുകെ പിടിക്കില്ല, അതിനെ നമ്മൾ പെട്ടെന്ന് വിടും. ഇനി മൂന്നാമത്തത് പരിക്കമ്മന പര്യായ, അതായത് വേറെ വഴി. ചുണ്ട, ഇങ്ങനെ വിചാരിക്കുക, രണ്ട് പാതകളുണ്ട്. ഒന്ന് വിഷമകരമായിട്ടുള്ള പാത, അതായത് അതിൽ കല്ലും മുള്ളും എല്ലാം നിറഞ്ഞിട്ടുള്ള പാത. മറ്റൊന്ന് സുഗമമായിട്ടുള്ള പാത. ഇനി മറ്റൊരു കാര്യം വിചാരിക്കാം, രണ്ട് കുതിരകളുണ്ട്. ഒന്ന് ദുഷ്ടക്കുതിര, മറ്റൊന്ന് നല്ല കുതിര. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ നല്ല മാർഗം തിരഞ്ഞെടുക്കും. അതേപോലെ തന്നെ കുതിരയ്ക്ക് പുറത്ത് നമ്മൾ സവാരി ചെയ്യണമെങ്കിൽ നല്ല കുതിരയെ നമ്മൾ തിരഞ്ഞെടുക്കും. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും. ഹിംസാപരമായിട്ടുള്ള ചിന്ത ഉള്ള ഒരു വ്യക്തി അതിനെ വിട്ടുകൊണ്ട് അഹിംസാപരമായിട്ടുള്ള ചിന്ത ഉൽപ്പാദിപ്പിക്കണം. പ്രാണികളെ കൊല്ലുന്ന ഒരു വ്യക്തി അതിനെ മറികടന്നുകൊണ്ട് പ്രാണികളെ കൊല്ലാതിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ 44 കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഇവിടെ റിപ്പീറ്റേഷനായിട്ട് വരുന്നു. മോഷണം ചെയ്യുന്ന വ്യക്തി മോഷ്ടിക്കാതിരിക്കണം, വ്യഭിചാരം ചെയ്യുന്ന വ്യക്തി വ്യഭിചരിക്കാതിരിക്കണം, നുണ പറയുന്ന വ്യക്തി നുണ പറയാതിരിക്കണം. അങ്ങനെ നമ്മൾ എല്ലാം കരുതണം. ഒരു വ്യക്തി സ്വന്തം ദൃഷ്ടിയോട് ആസക്തനാണ്, അതിനെ മുറുകെ പിടിച്ചിരിക്കുന്ന വ്യക്തിയാണ്, അതിനെ മറികടക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തി അതിനെ മറികടന്നുകൊണ്ട് ആ ദൃഷ്ടികളോട് ആസക്തനായിരിക്കാൻ പാടില്ല, അതിനെ മുറുകെ പിടിക്കാൻ പാടില്ല, അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഇനി നാലാമത്തെ കാര്യം ഉപരിഭാഗ പര്യായ, അതായത് മുകളിലേക്ക് ഉള്ള പോക്ക്, ഊർധ്വഗതി. ചുണ്ട, ഈ അകുശല ധമ്മങ്ങൾ നമ്മളെ അധോഗതിയിലേക്ക് നയിക്കും. എന്നാൽ ഈ കുശലധർമ്മങ്ങൾ നമ്മളെ ഊർധ്വഗതിയിലേക്ക് നയിക്കും. അകുശലധർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാപധർമ്മങ്ങളാണ്, രാഗദ്വേഷ മോഹത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ധർമ്മങ്ങൾ. അത് നമ്മളെ അധോലോകത്തിലേക്ക് നയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നരകലോകത്തിലേക്ക്, പ്രേതലോകത്തിലേക്ക്, അതേപോലെ തന്നെ പശുപക്ഷികളുടെ ലോകത്തിലേക്ക് നയിക്കും. അതായത് ആ തരത്തിലുള്ള പാപകർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ജീവികളെ കൊല്ലുക, നുണ പറയുക, വ്യഭിചാരം ചെയ്യുക, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അധോഗതിയിലേക്ക് പോകും. എന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണ്, ദാനം ചെയ്യുകയാണ്, ശീലം പാലിക്കുകയാണ്, ഇവയെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഊർധ്വഗതി, അതായത് മുകളിലേക്ക് പോകും. ദേവലോകത്ത്, ബ്രഹ്മലോകത്ത്, രൂപബ്രഹ്മലോകത്ത് എല്ലാം നമ്മൾ പോയിട്ട് ജനിക്കും. അതുപോലെ തന്നെ ഒരു ഹിംസാപരമായിട്ടുള്ള സങ്കല്പങ്ങളുള്ളൊരു വ്യക്തി തൻ്റെ ഹിംസാപരമായിട്ടുള്ള സങ്കല്പങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഊർധ്വഗതിയിലേക്ക് പോകും. അതായത് ആ വ്യക്തിക്ക് സദ്ഗതി ഉണ്ടാകും എന്ന് അർത്ഥം. ഒരു വ്യക്തി പ്രാണികളെ കൊല്ലുകയാണ്, ആ വ്യക്തി പ്രാണികളെ കൊല്ലുന്നത് ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഊർധ്വഗതിയിലേക്ക് നീങ്ങും. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ കാണണം. അതുകൂടാതെ ഒരു വ്യക്തിക്ക് ദൃഷ്ടിയുണ്ട്, അതിനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്, അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എങ്കിൽ ആ വ്യക്തി ആ ദൃഷ്ടിയെ മുറുകെ പിടിക്കുന്നില്ല, അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാണ്, അതിൽ ആസക്തനല്ല എങ്കിൽ ആ വ്യക്തി ഊർധ്വഗതി ആവും. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ആലോചിക്കണം. 5 പരിനിബ്ബാണ പര്യായ, അതായത് ശമനം. അതാണ് പരിനിബ്ബാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം. ചുണ്ട, നീ ഒരു ചളിക്കുണ്ടിൽ താഴുകയാണ് എന്ന് കരുതുക. ചളിക്കുണ്ടിൽ താഴുന്ന മറ്റൊരു വ്യക്തിയെ നിനക്ക് ഒരിക്കലും രക്ഷിക്കാൻ സാധിക്കില്ല. നീ ചളിക്കുണ്ടിൽ താഴുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ചളിക്കുണ്ടിൽ താഴുന്ന മറ്റൊരു വ്യക്തിയെ നിനക്ക് രക്ഷിക്കാൻ സാധിക്കും. നീ സ്വയം നിന്നെ കീഴടക്കിയിട്ടില്ല, പ്രശിക്ഷണം കൊടുത്തിട്ടില്ല, പ്രശാന്തമാക്കിയിട്ടില്ല എങ്കിൽ നിനക്ക് വേറൊരാളെ മെരുക്കാനോ പ്രശിക്ഷണം കൊടുക്കാനോ പ്രശാന്തമാക്കാനോ അതിനുവേണ്ടി സഹായിക്കാനോ സാധിക്കില്ല. എന്നാൽ നീ സ്വയം തന്നെ മെരുക്കിയിരിക്കുകയാണ്, പ്രശിക്ഷണം ചെയ്തിരിക്കുകയാണ്, പ്രശാന്തമായിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിയെ സ്വയം മെരുക്കാനും പ്രശിക്ഷണം ചെയ്യാനും പ്രശാന്തമാക്കാനും നിനക്ക് സഹായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിഹിംസ വിചാരമുള്ള ഒരു വ്യക്തി ആ വിഹിംസാ വിചാരം ഉപേക്ഷിച്ചുകൊണ്ട് സ്വയം ശാന്തമാക്കുന്നു. പ്രാണികളെ കൊല്ലുന്ന വ്യക്തി
ആ പ്രാണികളെ കൊല്ലാതിരിക്കുന്നതുകൊണ്ട് സ്വയം ശാന്തമാക്കുന്നു. ഏതെങ്കിലും ദൃഷ്ടിയിൽ ആസക്തനായിട്ടുള്ള ഒരു വ്യക്തി അതിനെ മുറുകെ പിടിക്കാതെ അതിനെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ അതിനെ പ്രശാന്തമാക്കുന്നു. ചുണ്ട, ഞാൻ ആത്മപരിത്യാഗത്തിൻ്റെ, ചിത്തുപാദ പര്യായത്തിൻ്റെ, പരിക്രമണ പര്യായ, ഉപരിഭാഗ പര്യായ, പരിനിബ്ബാണ പര്യായ, ഇങ്ങനെ 5 തരത്തിലുള്ള ഉപദേശങ്ങൾ തന്നു. അതായത് ആത്മത്യാഗത്തിൻ്റെ, മനസ്സിൽ ചിന്ത ഉൽപ്പന്നമാക്കുന്നതിൻ്റെ, മറ്റൊരു വഴിയിലൂടെ പോകുന്നതിൻ്റെ, മുകളിലേക്ക് പോകുന്നതിൻ്റെ, പ്രശാന്തമാക്കുന്നതിൻ്റെ. ഒരു അധ്യാപകൻ ആയിട്ടുള്ള എനിക്ക് എൻ്റെ ശിഷ്യരിൽ അനുകമ്പയുണ്ട്. അതിനാൽ അനുകമ്പയോടുകൂടി ഏതൊന്ന് പഠിപ്പിക്കണമോ അത് ഞാൻ എൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഇവിടെ ഈ വൃക്ഷങ്ങളുടെ മൂലങ്ങളുണ്ട്, ഇവിടെ ശൂന്യാകാരങ്ങളുണ്ട്. ചുണ്ട, ധ്യാനം അഭ്യസിക്കുക, സമയം കളയരുത്, പിന്നീട് പശ്ചാത്തപിക്കാൻ ഇടവരുത്തരുത്. ഇതാണ് എൻ്റെ അനുശാസനം. ഇതാണ് ബുദ്ധൻ പറഞ്ഞത്. ആയുഷ്മാൻ മഹാചുണ്ട് ബുദ്ധൻ്റെ ഉപദേശത്താൽ തൃപ്തനായി ബുദ്ധൻ്റെ ഉപദേശത്തെ അനുമോദിച്ചു. 44 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, 5 ഭാഗങ്ങളിലായിട്ട്. ഈ ഉപദേശത്തിൻ്റെ പേര് സല്ലെഖോ എന്നാണ്. അത് ഒരു സാഗരത്തെക്കാളും ഗംഭീരമാണ്. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി അല്പസമയം നമുക്ക് പുണ്യവിതരണം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വ പ്രാണികൾക്കും സുഖം, സന്തോഷം ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വ പ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വ പ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.